ഭരണത്തിന് തിരുവനന്തപുരം ജില്ലാ ജഡ്ജി അധ്യക്ഷനായി പുതിയ സമിതി രൂപീകരിക്കാൻ സുപ്രീം കോടതി ഉത്തരവ്. കേസ് കോടതി പരിഗണിച്ചു തുടങ്ങി. ആർ രാകേഷ് ചേരുന്നു. രാകേഷ്, ഇന്ന് ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് ഒപ്പം ബി നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ നിർണായക തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്ന് വരുമെന്ന് കരുതാം. രഞ്ജിത്ത്, വിധി പ്രസ്താവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റിസ് യു ലളിത് അധ്യക്ഷനായ ബെഞ്ച് വിധി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ജില്ലാ ജഡ്ജി അധ്യക്ഷനായ ക്ഷേത്ര ഭരണത്തിന് പുതിയ സമിതി രൂപീകരിക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലാ ജഡ്ജി അധ്യക്ഷനായ സമിതിക്കായിരിക്കും ക്ഷേത്രത്തിന്റെ ദൈനംദിന കാര്യങ്ങളുടെ ചുമതല എന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ക്ഷേത്ര ഭരണത്തിൽ രാജകുടുംബത്തിന് അവകാശമുണ്ട് എന്നുകൂടി കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും ഒടുവിലായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ കേരള ഹൈക്കോടതിയുടെ വിധി രാജകുടുംബത്തിന് അവകാശമില്ല, പകരം ഒരു സമിതി, ട്രസ്റ്റ് സമിതിയോ രൂപീകരിക്കണമെന്നായിരുന്നു ആവശ്യം. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് രാജകുടുംബം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്നാൽ ക്ഷേത്ര ഭരണത്തിന് ട്രസ്റ്റിക്ക് സുപ്രീം കോടതി രൂപം നൽകുമ്പോൾ തന്നെ ക്ഷേത്ര ഭരണത്തിൽ രാജകുടുംബത്തിന് അവകാശമുണ്ട് എന്ന പരാമർശം കൂടി ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ജസ്റ്റിസ് യു ലളിത് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. ഏതായാലും മറ്റ് വിശദാംശങ്ങൾ കൂടി ലഭിക്കേണ്ടതുണ്ട്. എങ്കിൽ പോലും രാജകുടുംബത്തിന്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കേരള ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് രാജകുടുംബം തന്നെയാണ് ഇത്തരത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. അതിൽ രാജകുടുംബത്തിന് ക്ഷേത്രത്തിൽ അധികാരമുണ്ട് എന്നാണ് ഇപ്പോൾ ഏതായാലും കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. രഞ്ജിത്ത്, രാജകുടുംബം ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ക്ഷേത്രഭരണത്തിൽ തങ്ങൾക്ക് അവകാശമുണ്ട്. അതുപോലെ തന്നെ ആചാരങ്ങളിലും അത്തരത്തിലുള്ള അവകാശമുണ്ട്. ഇതുവരെയുള്ള ആചാരങ്ങൾ അതേപടി തുടരണം. അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഇപ്പോൾ കോടതി വിധിയിലേക്ക് എത്തിയിട്ടുണ്ടോ രാകേഷ്? പൂർണ്ണമായ ഒരു അവകാശം എന്നതിനപ്പുറം ഭാഗികമായെങ്കിലും അവകാശം സ്ഥാപിച്ചു കൊടുക്കത്തക്ക രീതിയിലാണോ ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണങ്ങൾ? തീർച്ചയായും രഞ്ജിത്ത്, കാരണം രാജകുടുംബത്തിന്റെ വാദങ്ങൾ കോടതി തള്ളിയിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാരണം നേരത്തെ കേരള ഹൈക്കോടതി വിധി രാജകുടുംബത്തിന് അവകാശമില്ല എന്നായിരുന്നു കേരള ഹൈക്കോടതി വിധി പറഞ്ഞിരുന്നത്. മാത്രവുമല്ല, ഈ ട്രസ്റ്റ് രൂപീകരിക്കണം എന്ന ആവശ്യം കൂടി സംസ്ഥാന സർക്കാരിനായിരിക്കും ഇതിന്റെ നിയന്ത്രണം എന്നുകൂടി കേരള ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. ഏതായാലും അത്തരമൊരു നിലപാടല്ല സുപ്രീം കോടതി കൈക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, കേരള ഹൈക്കോടതിയിൽ നേരത്തെ സ്വീകരിച്ചിരുന്ന നിലപാട് രാജകുടുംബം തന്നെ ഈ സുപ്രീം കോടതിയിൽ പിന്നീട് മാറ്റിയിരുന്നു. ആദ്യം സ്വകാര്യ ക്ഷേത്രം എന്ന നിലപാടായിരുന്നു ഈ വിഷയത്തിൽ രാജകുടുംബത്തിനുണ്ടായിരുന്നെങ്കിൽ പിന്നീട് അതൊരു പൊതുക്ഷേത്രമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഏതായാലും രാജകുടുംബത്തിന്റെ വാദങ്ങൾ ഏതാണ്ട് ആ തരത്തിൽ രാകേഷ് പറയുന്നത് പോലെ ഏതാണ്ട് അംഗീകരിച്ചുകൊണ്ട് കോടതി, സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധിന്യായം അത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അത് വിധി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ഏതായാലും ആദ്യഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം രാജകുടുംബത്തിന് കൂടി അവകാശമുണ്ട് ക്ഷേത്ര ആചാരങ്ങളിലടക്കം, ഒപ്പം ക്ഷേത്ര ഭരണത്തിലടക്കം. ക്ഷേത്രത്തിൻ്റെ സ്ഥാനീയ അധികാരം രാജകുടുംബത്തിനായിരിക്കും എന്ന പ്രധാനപ്പെട്ട വിവരവും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ക്ഷേത്ര ഭരണത്തിന് ജില്ലാ ജഡ്ജി അധ്യക്ഷനായ സമിതി ഉണ്ടാകണം എന്നും കോടതിയുടെ തീരുമാനം ഇപ്പോൾ പുറത്തു വരുന്നു. രാകേഷ്, തുടരാം. രഞ്ജിത്ത്, അതായത് ഭരണം ഒപ്പം തന്നെ ദൈനംദിന കാര്യങ്ങൾ ഇതൊന്നും തന്നെ രാജകുടുംബമായിരിക്കില്ല, പകരം അത് ഈ പുതിയ ഭരണസമിതിക്കായിരിക്കും അതിൻ്റെ ചുമതല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും പുതിയ സമിതി രൂപീകരിക്കുന്നത് വരെ നിലവിൽ കോടതി തന്നെ നിയോഗിച്ചിട്ടുള്ള താൽക്കാലിക ഭരണസമിതിയാണ് അവിടെ ദൈനംദിന കാര്യങ്ങൾ നോക്കുന്നത്. ആ സമിതി തുടരും. അതിനുശേഷം പുതിയ ഭരണസമിതിക്ക് രൂപം നൽകണമെന്നാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ ജഡ്ജി അധ്യക്ഷനായ സമിതിയായിരിക്കും ഇത് ദൈനംദിന കാര്യങ്ങൾ ഒപ്പം തന്നെ ക്ഷേത്രത്തിന്റെ ഭരണം സംബന്ധിച്ച കാര്യങ്ങൾ നടത്തുക എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ രാജകുടുംബത്തിനുള്ള അവകാശമുണ്ടെന്ന് പറയുമ്പോൾ പോലും അത് സ്ഥാനീയമായ അവകാശം എന്നാണ് കോടതി വിശേഷിപ്പിച്ചിരിക്കുന്നത്. മറ്റ് ഭരണപരമായ കാര്യങ്ങളിലും മറ്റും തന്നെ രാജകുടുംബത്തിന് ഏതായാലും അവകാശമുണ്ടാകില്ല. അതാണ് ഇപ്പോൾ ഈ കോടതി ഉത്തരവിൽ നിന്ന് വ്യക്തമാക്കുന്നത്. നേരത്തെ കേരള ഹൈക്കോടതി വിധിയും സമാനമായ രീതിയിൽ സർക്കാരിനാണ് ഉത്തരവാദിത്തം എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴും ഭരണമടക്കമുള്ള കാര്യങ്ങളിൽ രാജകുടുംബത്തിന് ഏതായാലും അധികാരമില്ല. അത് തിരുവനന്തപുരം ജില്ലാ ജഡ്ജി അധ്യക്ഷനായ സമിതി, ആ സമിതിക്കായിരിക്കും ക്ഷേത്രത്തിന്റെ ഇനിയുള്ള നടത്തിപ്പ് ഒപ്പം തന്നെ മേൽനോട്ടം തുടങ്ങിയ കാര്യങ്ങളിൽ ആ സമിതിയായിരിക്കും കാര്യങ്ങൾ കൈക്കൊള്ളുക. എന്നാൽ ഈ സ്ഥാനീയമായ അവകാശം ഈ രാജകുടുംബത്തിന് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഏതായാലും യു ലളിത് അധ്യക്ഷനായ ബെഞ്ചിന്റെ വിധി പ്രസ്താവത്തിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. രഞ്ജിത്ത്, ടി ജി സജിത്തും തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു എന്ന് കരുതുന്നു. സജിത്ത്, നേരത്തെ ഭരണപരമായ അവകാശം വേണ്ട, പക്ഷേ ക്ഷേത്രത്തിൻ്റെ നോക്കി നടത്താനുള്ള അവകാശം, അത് ആ തരത്തിൽ ചില അവകാശങ്ങൾ വേണം. നേരത്തെ കേരള ഹൈക്കോടതി ഇത് പൂർണ്ണമായും തള്ളുകയും പത്മനാഭസ്വാമി ക്ഷേത്രം സർക്കാർ ഏറ്റെടുക്കണം എന്ന ആവശ്യം, അത്തരത്തിലൊരു നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ഈ സുപ്രീം കോടതിയുടെ ഏതാണ്ട് ഒരു തീരുമാനം ഈ രാജകുടുംബം ആവശ്യപ്പെട്ട കാര്യങ്ങളിലേക്ക് എത്തുന്നുണ്ടോ?
കോടതി തീരുമാനത്തിന്റെ വിശദാംശങ്ങൾ പൂർണ്ണമായി വന്നാൽ മാത്രമേ അക്കാര്യങ്ങളിലേക്ക് ഒരു വിലയിരുത്തലിലേക്ക് നമുക്ക് പോകാൻ കഴിയൂ. ഒരു കാര്യത്തിൽ ആണ് തീരുമാനം അറിയേണ്ടത്, അതായത് അതാണ് നിർണായകവും. 2011 ഹൈക്കോടതി വിധിയോട് എത്ര കണ്ട് ഈ സുപ്രീം കോടതി വിധി അതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നതാണ് നിർണായകം. നമുക്കറിയാം 2011 ഹൈക്കോടതി വിധി രാജകുടുംബത്തിന്റെ അധികാരങ്ങളെ പലതിനെയും ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹൈക്കോടതി വിധിയാണ് വന്നത്. തുടർന്നാണ് 2014 സുപ്രീം കോടതി തന്നെ നിർദ്ദേശപ്രകാരം പുതിയൊരു ഭരണ സംവിധാനം ഇവിടെ നിലവിൽ വരുന്നത്. ഏറ്റവും ഒടുവിൽ 9 വർഷത്തിന് ശേഷം അന്തിമ വിധി വരുമ്പോൾ ഈ ഭരണ സംവിധാനം അതേപടി നിലനിൽക്കുമോ അതോ അത് പൂർണ്ണമായി മാറുന്ന ഏത് സംവിധാനമാണ് എന്നതാണ് നിർണായകം. മാത്രമല്ല ഇതിൽ രാജകുടുംബത്തിന്റെ അധികാരം എവിടം വരെ എന്ന കാര്യത്തിലും വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, സുപ്രീം കോടതി വിധി ഇക്കാര്യങ്ങളിൽ കൃത്യത വരുത്തുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാവുന്ന രാഷ്ട്രീയ ചലനങ്ങളും വലുതുണ്ട്. കാരണം ഈ ക്ഷേത്രത്തിന്റെ ഭരണം സർക്കാർ നിയന്ത്രണത്തിൽ ഏറ്റെടുക്കുന്നതിനെതിരെ വലിയ തരത്തിലുള്ള എതിർപ്പുകൾ പല കോണുകളിൽ നിന്നുണ്ട്. ചില സംഘടനകളടക്കം ഇക്കാര്യത്തിൽ ശക്തമായ എതിർപ്പുകൾ അറിയിച്ചിട്ടുമുണ്ട്. സ്വാഭാവികമായും അത്തരത്തിലുള്ള രാഷ്ട്രീയ ചലനങ്ങൾക്കും പ്രസക്തിയുണ്ട്. സർക്കാരിന്റെ തുടർ നിലപാടുകളും ഇക്കാര്യത്തിൽ പ്രസക്തമാണ്. എന്തായാലും കോടതി വിധിയുടെ പൂർണ്ണ വിശദാംശങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇക്കാര്യത്തിലേക്ക് പോകാൻ തീർച്ചയായും വിശദാംശങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. അത് ER രാഗേഷ് നൽകും എന്ന് കരുതുന്നു. രാജകുടുംബത്തിന് അവകാശമില്ല എന്ന കേരള ഹൈക്കോടതി വിധി തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയാണല്ലോ രാഗേഷ് തിരുവിതാംകൂർ രാജകുടുംബം സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്, ഫയൽ ചെയ്തത്. ക്ഷേത്ര സ്വത്തിന്മേൽ അവകാശം ഉന്നയിക്കുന്നില്ല, എന്നാൽ പ്രത്യേകതകൾ ഉള്ളതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ ആസ്തിയും സ്വത്തും വിഗ്രഹത്തിന്, അതായത് പ്രതിഷ്ഠയ്ക്ക് അവകാശപ്പെട്ടതാണ്. അത് നോക്കി നടത്താൻ മാത്രമുള്ള ഭരണപരമായ അവകാശം, അത് രാജകുടുംബം കോടതിയിൽ അത്തരത്തിലുള്ള അവകാശവുമായാണ് സുപ്രീം കോടതി സമീപിച്ചതും. അത് സാധിച്ചു തരണമെന്ന രീതിയിൽ ഇപ്പോൾ ഈ പുറത്തുവരുന്ന വിധിന്യായങ്ങൾ ഏതാണ്ട് ഭാഗികമായെങ്കിലും അതിനോട് യോജിക്കത്തക്ക വിധത്തിലാണ് എന്ന് ഈ ഘട്ടത്തിൽ നിരീക്ഷിക്കാമോ? രഞ്ജിത്ത്, തീർച്ചയായും രാജകുടുംബത്തിന്റെ ഹർജി അല്ലെങ്കിൽ വാദം കോടതി അംഗീകരിച്ചു എന്ന് പറയാം. കാരണം ക്ഷേത്രത്തിൽ അവകാശമില്ല എന്നായിരുന്നു കേരള ഹൈക്കോടതി വിധി. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. 2011 അത്. പക്ഷേ അത്തരമൊരു വിധിയല്ല ഏതായാലും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് സ്ഥാനമുണ്ട്, ക്ഷേത്രത്തിൽ അധികാരമുണ്ട് രാജകുടുംബത്തിന് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അധികാരത്തിന്റെ പരിധി എവിടെ വരെ? സജിത്ത് നേരത്തെ ചോദിച്ച കാര്യമാണ്. അധികാരത്തിന് ഏതുവരെ പരിധി ഉണ്ടാകാമെന്ന കാര്യത്തിൽ അതിലൊരു വ്യക്തത വരേണ്ടതുണ്ടല്ലോ. തീർച്ചയായും രഞ്ജിത്ത്, അത് എങ്ങനെയെന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഉത്തരവ് ഏതായാലും കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. കോടതി ഇപ്പോൾ വിധി പ്രസ്താവിക്കുക മാത്രമാണ് ചെയ്തത്. വിശദമായൊരു ഉത്തരവ് ഇനി വരാനിരിക്കുന്നു. അതിലായിരിക്കും എങ്ങനെ ഏത് തുടങ്ങിയ കാര്യങ്ങൾ ഒരു വിശദാംശം ഏതായാലും ഉണ്ടാവുക. എന്നാൽ ഇതിനൊപ്പം തന്നെ കോടതി പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ഭരണപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കുക അതൊരു സമിതി ആയിരിക്കുമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതായത് ക്ഷേത്രത്തിൽ സ്ഥാനീയമായ അവകാശമുണ്ട് എന്ന് രാജകുടുംബത്തിന് പറയുമ്പോൾ പോലും ദൈനംദിന കാര്യങ്ങൾ നോക്കുക അത് സമിതിയായിരിക്കും മേൽനോട്ടം വഹിക്കുക. ക്ഷേത്രത്തിന്റെ അധികാരം അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുക അതൊരു സമിതിയായിരിക്കും. ജില്ലാ ജഡ്ജി അധ്യക്ഷനായി സമിതി ആയിരിക്കുമെന്ന് കൂടി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും നിലവിലൊരു താൽക്കാലിക സമിതി ജഡ്ജി അധ്യക്ഷനായി സമിതി ഏതായാലും മേൽനോട്ട ചുമതല വഹിക്കുന്നുണ്ട്. തൽക്കാലം ആ സമിതി തന്നെ തുടരും. ഏതായാലും ജില്ലാ ജഡ്ജി അധ്യക്ഷനായി സമിതിക്ക് രൂപം നൽകാനുള്ള നിലപാടാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രവുമല്ല രാജാവ് മരിച്ചു എന്നതുകൊണ്ട് അവകാശം നഷ്ടമാകാനുള്ള കാരണമല്ല എന്ന പരാമർശം കൂടി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ആചാരങ്ങളിലും രാജകുടുംബത്തിന് അവകാശമുണ്ട് എന്നുകൂടി കോടതി പറഞ്ഞിരിക്കുകയാണ്. രഞ്ജിത്ത്, ആചാരങ്ങളിൽ രാജകുടുംബത്തിന് അവകാശമുണ്ട്. ഒപ്പം ഈ നേരത്തെ രാജകുടുംബം ആവശ്യപ്പെട്ടതുപോലെ ക്ഷേത്ര ഭരണത്തിൽ അവകാശമില്ല എന്ന ഹൈക്കോടതി വിധി ഏതാണ്ട് തെറ്റായി അത്തരത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞു വെക്കുകയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രം സ്വകാര്യ ക്ഷേത്രമാണ് നിലപാട് രാജകുടുംബം അങ്ങനെ കേരള ഹൈക്കോടതിയിൽ സ്വീകരിച്ചിരുന്നു. എന്നാൽ സുപ്രീം കോടതിയിൽ ഈ നിലപാട് തിരുത്തിയാണ് അങ്ങോട്ട് പോയത്. പൊതുക്ഷേത്രം എന്ന നിലപാട് സുപ്രീം കോടതിയിൽ രാജകുടുംബം തിരുത്തി പറഞ്ഞിരുന്നു. തുടർന്നാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഹർജികൾ കേൾക്കാൻ കോടതി തീരുമാനിച്ചത് എന്ന് മനസ്സിലാകുന്നു. അതേസമയം ആ തരത്തിൽ സർക്കാരിന്റെ ചില നിലപാടുകൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 8 അംഗ ഭരണസമിതി രൂപീകരിക്കാനുള്ള ശുപാർശ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ കൈമാറിയിരുന്നു. പത്മനാഭദാസൻ ഭരണസമിതിയിൽ അംഗമായിരിക്കുമെന്നും സർക്കാർ ശുപാർശയിൽ വ്യക്തമാക്കിയിരുന്നു. 5 അംഗങ്ങളെ മന്ത്രിസഭയിലെ ഹിന്ദു അംഗങ്ങൾ നോമിനേറ്റ് ചെയ്യും. ഇതിൽ ഒരു വനിതയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള അംഗവും ഉണ്ടാകും. ദേവസ്വത്തിലെ ഒരു ജീവനക്കാരനെ മന്ത്രിസഭയിലെ ഹിന്ദു അംഗങ്ങൾ നോമിനേറ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെ ആയിരുന്നു. മുഖ്യമന്ത്രി എക്സ് ഒഫീഷ്യോ മെമ്പറാകും. ഇതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ. ഇതിനെന്തെങ്കിലും പരിഗണന കിട്ടിയിട്ടുണ്ടോ? ഈ സർക്കാരിന്റെ വാദങ്ങൾ ആ തരത്തിൽ കോടതി പരിഗണിച്ചിട്ടുണ്ടോ രാഗേഷ്?
രഞ്ജിത്ത്, അക്കാര്യത്തിലൊരു വ്യക്തതയില്ല. കാരണം പുതിയ ഭരണസമിതിയുടെ ഘടന എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ജില്ലാ ജഡ്ജി അധ്യക്ഷനായ സമിതി മേൽനോട്ടം വഹിക്കും, ഭരണപരമായ കാര്യങ്ങൾ ചുമതല വഹിക്കുമെന്ന് മാത്രമാണ് വ്യക്തത ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഉത്തരവ് വരുമ്പോൾ മാത്രമേ ഭരണസമിതി എങ്ങനെയായിരിക്കും, ഏതായിരിക്കും തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരിക. ഏതായാലും ആചാര കാര്യങ്ങളിൽ രാജകുടുംബത്തിന് അധികാരമുണ്ടെന്ന സുപ്രധാനമായ വിധി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. ചരിത്ര ഗവേഷകൻ ശ്രീ ഗൗതം പത്മനാഭൻ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ഗൗതം പത്മനാഭൻ, കോടതിയുടെ വിധി നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി വരുന്നതേ ഉള്ളൂ. പക്ഷേ ഇതുവരെ ലഭിക്കുന്ന വിവരമനുസരിച്ച് ക്ഷേത്ര ഭരണത്തിൽ രാജകുടുംബത്തിന് അവകാശമുണ്ട്, ക്ഷേത്ര ആചാരങ്ങളിലും രാജകുടുംബത്തിന് അവകാശമുണ്ട്. അത് ഏതാണ്ട് രാജകുടുംബം കോടതിയോട് ആവശ്യപ്പെട്ടത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു തൽക്കാലം, അങ്ങനെ കരുതാമല്ലേ? അങ്ങനെ കരുതാമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അന്ന് രാജകുടുംബം അല്ലെങ്കിൽ മുൻ രാജകുടുംബം അന്ന് ഭരണമൊക്കെ നടത്തിയിരുന്നത് ഒറ്റയ്ക്കായിരുന്നില്ലല്ലോ, 8 യോഗം ഉണ്ടായിരുന്നു. അപ്പം ആ 8 യോഗത്തിലെ അവകാശികൾ ഇപ്പോഴും ഉണ്ട്, അവർക്ക് ഇപ്പോഴും പല കാര്യങ്ങളിലും അവിടെ സംബന്ധിക്കുന്നുമുണ്ട്. അപ്പൊ ഏത് രീതിയിലാണ് അവകാശം കൈമാറേണ്ടത് അല്ലെങ്കിൽ അവകാശം അവർക്ക് തിരിച്ചു കിട്ടുന്നത് എന്ന് അറിയാൻ പറ്റുന്നില്ല. അത് വ്യക്തമാകേണ്ടതുണ്ട്. പക്ഷെ അപ്പോഴും ഹൈക്കോടതിയുടെ ഒരു വിധി നിൽക്കുകയാണ്. ഹൈക്കോടതി പറഞ്ഞത് പൂർണ്ണമായും രാജകുടുംബത്തിന് അത്തരത്തിലൊരു അവകാശമില്ല ക്ഷേത്ര ഭരണത്തിൽ. അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാജകുടുംബം സുപ്രീം കോടതിയെ സമീപിച്ചത്. അതെ, ഈ വിധി ദൗർഭാഗ്യകരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കുടുംബത്തിനല്ല, തിരുവിതാംകൂറിൽ അനവധി രാജകുടുംബ ശാഖകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരിലെ പല അംഗങ്ങളും ചേർന്നിട്ടാണ് ഭരണം നടത്തിയിരുന്നത്. അപ്പം ഇത് മാത്രമല്ല, ബാംഗ്ലൂരിൽ ഇപ്പോൾ ഒരു ശാഖയുണ്ട്, അവരെ ഇവര് പങ്കെടുപ്പിക്കുന്നില്ല എന്ന് പരക്കെ ആക്ഷേപമുണ്ട്. അവർ തന്നെ പരാതിപ്പെട്ടിട്ടുണ്ട്. അപ്പം റീജന്റ് മഹാറാണിയുടെ കുടുംബക്കാര് ബാംഗ്ലൂരിൽ ഇപ്പോഴുണ്ട്. അപ്പം അവർക്കും ഈ അങ്ങനെയാണെങ്കിൽ ഈ അധികാരത്തിൽ ഒരു ഭാഗധേയം കൊടുക്കേണ്ടതല്ലേ എന്ന സംശയവും ഉയരുന്നു. ശരി, ഇത് എന്തായാലും വിധിയുടെ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. അപ്പോഴും ഭരണസമിതിയെ സംബന്ധിച്ചും ഒക്കെ ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. ഈ ജില്ലാ ജഡ്ജി അധ്യക്ഷനായ ഒരു സമിതി ആ തരത്തിൽ ഭരണം നടത്തണമെന്നാണ് തൽക്കാലം നമുക്ക് മനസ്സിലാകുന്ന വിവരമനുസരിച്ച് കോടതിയുടെ ഒരു നിർദ്ദേശം. അതെ, അത് എങ്ങനെ കാണണം? എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞതുപോലെ നേരത്തെയുള്ള ഈ ഭരണപരമായ കാര്യങ്ങളിൽ നിന്ന് എന്ത് വ്യത്യാസം അതിൽ വരുത്തുമെന്നുള്ളതാണ്. ഭരണപരമായ കാര്യങ്ങളിൽ വ്യത്യാസം വരുത്തുമെന്ന് തോന്നുന്നില്ല. കാരണം ഗുരുതരമായ ആരോപണങ്ങൾ മുൻ രാജകുടുംബത്തിനെതിരെ 2 റിപ്പോർട്ടുകളിലൂടെ സുപ്രീം കോടതിയിൽ തന്നെ സമർപ്പിക്കപ്പെട്ടിരുന്നതാണ്. അപ്പൊ അതിൽ വ്യക്തത വളരെയധികം വരേണ്ടതായിട്ടുണ്ട്. പിന്നെ ബി നിലവറയുടെ കാര്യം, അപ്പൊ ബി നിലവറയുടെ കാര്യം അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന രീതിയിൽ രാജകുടുംബം പലതും വളച്ചൊടിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റിയും വ്യക്തത വരണം. മാത്രമല്ല, അവിടെ നിന്നും പോയ സ്വർണത്തിന്റെ മോഷണമുണ്ട്, ആ പ്രശ്നം ചർച്ച ചെയ്യുന്നില്ല. അപ്പം ഈ വിധി കുറച്ചും കൂടെ വ്യക്തത വരുത്താതെ നമുക്ക് ഇതിനെപ്പറ്റി ശരിക്കും പ്രതികരിക്കാൻ കഴിയില്ല. ഏതായാലും ഇത് ദൗർഭാഗ്യകരമാണ്. തീർച്ചയായും അത് ഗൗതം പത്മനാഭൻ ചരിത്ര ഗവേഷണം, അദ്ദേഹത്തിന്റെ പ്രതികരണം, ആദ്യ പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നായിരുന്നു. ഏതായാലും 2012 ഗോപാൽ സുബ്രഹ്മണ്യത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം അമിക്കസ് ക്യൂറിയായി നിയമിക്കുകയും അദ്ദേഹം നൽകിയ ഒരു റിപ്പോർട്ട് 2015 575 പേജുള്ള ഒരു റിപ്പോർട്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 266 കിലോ സ്വർണ്ണമടക്കം നഷ്ടമായിരുന്നു. ക്ഷേത്രത്തിൽ നിലവറകളിൽ നിന്നെടുത്ത സ്വർണം തിരികെ വെച്ചിട്ടില്ല എന്ന ഒരു കണ്ടെത്തലുമുണ്ടായിരുന്നു. 2018 നവംബർ 25 അമിക്കസ് ക്യൂറി സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ ആവശ്യപ്പെട്ട് ഗോപാൽ സുബ്രഹ്മണ്യം സുപ്രീം കോടതിക്ക് കത്ത് നൽകുകയും അന്തിമവാദം സുപ്രീം കോടതിയിൽ തുടർന്ന് ആരംഭിക്കുകയായിരുന്നു. ഇത്തരത്തിലാണ് സംഭവങ്ങൾ ഉണ്ടായത്. ഏതായാലും രാകേഷ്, പുതിയ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? രഞ്ജിത്ത്, പുതിയ ഭരണസമിതിയുടെ ഘടന എങ്ങനെയായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഏതായാലും ഉണ്ടായിട്ടില്ല. അതിന് ഒരു പൂർണ്ണമായ ഉത്തരവ് വരേണ്ടിയിരിക്കുന്നു. ഏതായാലും പുതിയ ഭരണസമിതി വരുന്നത് വരെ താൽക്കാലിക ഭരണസമിതി, അതായത് ജില്ലാ ജഡ്ജി അധ്യക്ഷനായ താൽക്കാലിക സമിതി തുടരുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പുതിയ ഭരണസമിതി ഘടന എങ്ങനെയായിരിക്കും, അത് ആരൊക്കെ അംഗങ്ങളായിരിക്കും എന്നുള്ളതാണ് ഇനി നിർണായകമാവുക. ഈ കമ്മിറ്റിയിൽ രാജകുടുംബത്തിന്റെ പ്രതിനിധികൾ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളിലും ഇനി വ്യക്തത വരേണ്ടതുണ്ട്. അതായതായാലും സുപ്രീം കോടതി ഉത്തരവ് വരേണ്ടതുവരെ കാത്തിരിക്കേണ്ടി വരും. ഏതായാലും രാജകുടുംബത്തിന്റെ ഹർജി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മണിക്കൂറിലെ ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. കാരണം ക്ഷേത്രത്തിൽ അധികാരമില്ല എന്ന കേരള ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് രാജകുടുംബം സമർപ്പിച്ച ഹർജി, ആ ഹർജിയാണ് ഇപ്പോൾ 9 വർഷത്തിന് ശേഷം ഏതായാലും സുപ്രീം കോടതി വാദം കേട്ടുകൊണ്ട് ഇപ്പോൾ അതിൽ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. രാജകുടുംബത്തിന് ക്ഷേത്രത്തിൽ അധികാരമുണ്ട്, ആചാരപരമായ അധികാരമുണ്ട് തുടങ്ങിയ വാദങ്ങൾ ഇപ്പോൾ ഏതായാലും കോടതി അംഗീകരിച്ചിരിക്കുന്നു. മാത്രവുമല്ല, രാജാവ് മരിച്ചത് എന്നത് അവകാശ നഷ്ടമാകാൻ കാരണമില്ല എന്ന പരാമർശം കൂടി ജസ്റ്റിസ് യു ലളിത് അധ്യക്ഷനായ ബെഞ്ച്
ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. ഏതായാലും ഇനി പുതിയ സമിതി, അതിന്റെ ഘടന, അതിൽ ആരൊക്കെ അംഗങ്ങൾ തുടങ്ങിയ കാര്യത്തിലായിരിക്കും കോടതിയുടെ നയങ്ങൾ അല്ലെങ്കിൽ കോടതിയുടെ തീരുമാനങ്ങൾ നിർണായകമാവുക. അത് പക്ഷേ ഉത്തരവ് വന്നതിന് ശേഷം മാത്രമേ അത് സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭ്യമായി വരികയുള്ളൂ. മാധ്യമപ്രവർത്തകൻ എം ഉണ്ണികൃഷ്ണൻ ടെലിഫോൺ ലൈനിലുണ്ട്. ഉണ്ണി, ഈ കോടതിയുടെ വിധി, അതിന്റെ വ്യക്തത ഇനിയും വരാനിരിക്കുന്നു. ഏതായാലും ക്ഷേത്രത്തിന്റെ സ്ഥാനീയ അധികാരം രാജകുടുംബത്തിന്, ഭരണത്തിന് പുതിയ സമിതിയും ഉണ്ടാകണം എന്ന ഈ ഒരു വിധി, അതിന്റെ വശങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ എന്തൊക്കെ നമുക്കിപ്പോൾ മനസ്സിലാകും? രഞ്ജിത്ത്, അതായത് സുപ്രീം കോടതിയിൽ നിന്നും നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിധിയുടെ വിശദാംശങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ ഓപ്പറേറ്റീവ് പാർട്ടാണ് കോടതി വായിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് യു ലളിത് വായിച്ചിരിക്കുന്ന വിധിയുടെ ആ ഭാഗം പരിശോധിക്കുകയാണെങ്കിൽ വ്യക്തമാകുന്ന കാര്യം, രാജകുടുംബത്തിന് വലിയ ആശ്വാസമാകുന്ന, അവരുടെ വാദങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലുള്ള തീർപ്പ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. കാരണം രാജകുടുംബം തുടക്കം മുതൽ പറഞ്ഞിരുന്നത് തങ്ങൾക്ക് ക്ഷേത്രത്തിന്റെ ആചാരപരമായ കാര്യങ്ങളിൽ അവകാശമുണ്ട്. 1991 അവസാനത്തെ ഭരണാധികാരി രാജാവ് മരിച്ചു എന്നതുകൊണ്ട് മാത്രം ക്ഷേത്രത്തിന്റെ ആചാരപരമായ കാര്യങ്ങളിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിനുള്ള അവകാശം ഇല്ലാതാകില്ല എന്നായിരുന്നു അവരുടെ വാദം. അത് സുപ്രീം കോടതി ശരിവയ്ക്കുന്നുണ്ട്. ഷബീത്ത് അവകാശങ്ങൾ, ഈ മൂർത്തിയിലുള്ള ആചാരപരമായ കാര്യങ്ങളിലുള്ള അവകാശങ്ങൾ അതേപടി രാജകുടുംബത്തിനുണ്ട് എന്ന് തന്നെയാണ് ജസ്റ്റിസ് യു ലളിതും ഇന്ദു മൽഹോത്രയും അംഗങ്ങളായ സുപ്രീം കോടതി ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ആ അവകാശം കേവലം ആചാരപരമായ കാര്യങ്ങളിലാണോ, ഭരണപരമായ കാര്യങ്ങളിൽ പൂർണ്ണമായും അവകാശമില്ല എന്ന തരത്തിലാണ് കോടതിയുടെ തീർപ്പെന്നാണ് വ്യക്തമാക്കേണ്ടത്. കോടതി നിലവിലുള്ള ഇടക്കാല ഭരണ സംവിധാനം തുടരാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. നിലവിൽ ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഭരണസമിതിയാണ് സുപ്രീം കോടതി നിയമിച്ചിട്ടുള്ളത്. ആ ഭരണസമിതിയാണ് ക്ഷേത്രത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ, മൊത്തത്തിലുള്ള മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ നിർദ്ദേശങ്ങൾ നൽകുകയും അതിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നത്. ആ സമിതി അതേപടി തന്നെ തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നിലവിലെ വിധിയോടുകൂടി ഏത് തരത്തിലായിരിക്കും, ഈ എത്ര കാലത്തേക്കായിരിക്കും ഈ ഇടക്കാല സമിതി തുടരുക, മറ്റൊരു പുതിയ സമിതി വരും വരെ ആയിരിക്കുമോ, ആ സമിതിയിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന കാര്യങ്ങളിലാണ് പൂർണ്ണമായും വ്യക്തത വരാനുള്ളത്. തിരിച്ചു വരാം. അല്പസമയത്തിനകം തന്നെ ഒരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം വാർത്താ ബുള്ളറ്റിൻ തുടരും.